കൂട്ടുകാരെ, മല്ലുഫ്ലിക്സിൻ്റെ മറ്റൊരു ഇൻഡെപ്ത് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾക്ക് എന്നും ഇല്ലാത്തൊരു വലിയൊരു സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. 2 റീസൺസ് ആണ് ഉള്ളത്. അതിൽ ഒന്നാമത്തെ നമ്മുടെ 100ാമത്തെ അപ്ലോഡാണ്. നമ്മൾ ലാസ്റ്റ് ഇയർ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത് 100ാമത്തെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ആണ്. അതിനേക്കാളും വലിയൊരു സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്നൈഡർ കട്ട് റിലീസ് ചെയ്തിരിക്കുന്നു. നമ്മുടെ പ്രതീക്ഷകളൊക്കെ മാറ്റിമറിച്ചു സ്നൈഡർ കട്ട് എന്ന് തന്നെ പറയാം. ഒരുപാട് പേര് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. സിനിമ കാണണോ കാണണ്ടേ എന്നുള്ള ഒരു ചോദ്യത്തിന്റെ പുറത്തല്ലേ ഒരു റിവ്യൂവിന് ഇവിടെ പ്രസക്തിയുള്ളൂ. ഈ സിനിമ കാണണോ എന്നുള്ളൊരു ചോദ്യം പോലും ഇവിടെ ഉദിക്കുന്നില്ല. കാരണം അത്രയ്ക്ക് മികച്ചൊരു സിനിമയാണ്. നിങ്ങൾ എന്തായാലും ഇത് കണ്ടിരിക്കണം. അതുകൊണ്ട് തന്നെ ഒരു റിവ്യൂവിന് ഇവിടെ സ്കോപ്പ് ഇല്ല എന്നുള്ള കാര്യം ആദ്യം തന്നെ അറിയിക്കട്ടെ. അത് കഴിഞ്ഞ് പിന്നെ ചെയ്യാനുള്ളത് ഒരു എക്സ്പ്ലനേഷൻ ആണ്. ഉറപ്പായിട്ട് നമ്മുടെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇതിന്റെ അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ബാറ്റ്മാന്റെ ആ ഒരു ഡ്രീം സീക്വൻസും ആ ഫ്യൂച്ചറിൽ ജോക്കറൊക്കെ വന്നിട്ടുള്ള ആ ഒരു ഡ്രീം സീക്വൻസിന്റെ ഒരു വലിയൊരു എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ട്. അതേപോലെ സൈബോർഗ് കാണുന്ന ആ ഒരു വിഷൻസും എല്ലാം തന്നെ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത് തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഇതും പറഞ്ഞ് സമയം കളയാതെ നമ്മൾ വന്ന കാര്യത്തിലേക്ക് കിടക്കാം. ജോസ് വീഡന്റെ ജസ്റ്റിസ് ലീഗും നമ്മുടെ സ്നൈഡർ അണ്ണന്റെ ജസ്റ്റിസ് ലീഗും തമ്മിൽ എന്താണ് വ്യത്യാസം? അതാണ് നമ്മൾ ഈ വീഡിയോ നോക്കുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. എല്ലാവരും ഇത് മനസ്സിലാക്കിയിരിക്കണം. ഒരു സിനിമനെ തന്നെ, അതായത് ഒരു സ്റ്റോറി ലൈനെ തന്നെ 2 രീതിയിൽ അപ്രോച്ച് ചെയ്യാൻ പറ്റും. അത് എത്രത്തോളം മികച്ചതാക്കാം, അത് എത്രത്തോളം മോശമാക്കാം എന്ന് ഇവിടെ വെച്ച് നമുക്ക് മനസ്സിലാക്കാം. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്. അതായത് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ഒരുപാട് ഡിഫറൻസസ് പറയാനുണ്ട്. അപ്പോൾ ഇതിൽ ഏതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു, അല്ലെങ്കിൽ ഇതിൽ ഏതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയി എന്നുള്ള കാര്യം അത് താഴെ കമൻറ്റ് ചെയ്ത് ഞങ്ങൾ അറിയിക്കണം. ആ ഒരു ചെറിയ കാര്യം മാത്രം ചെയ്താൽ മതി. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് വിട്ടേക്കൂ. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമയം കളയുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇനി ഒട്ടും സമയം കളയുന്നില്ല, വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം നമുക്ക് സൈബോർഗിന്റെ കാര്യം തന്നെ എടുക്കാം. ഈ DC കോമിക്സ് എടുത്തു കഴിഞ്ഞാൽ തന്നെ ഈ സൈബോർഗിന് വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ബാറ്റ്മാനെയും സൂപ്പർമാനെയൊക്കെ പോലെ തന്നെ വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് സൈബോർഗും. എന്നാൽ നമ്മൾ ജോസ് വീഡന്റെ ആദ്യത്തെ ജസ്റ്റിസ് ലീഗിൽ കണ്ടത് ഒരു മോട്ടീവും ഇല്ലാത്ത, അതായത് എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മനസ്സിലേക്ക് വന്നു. സൈബോർഗ് എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? സൈബോർഗിന്റെ ഈ ക്യാരക്ടർ ഡെവലപ്മെന്റിന്റെ എല്ലാ സീനുകളും തന്നെ ജോസ് വീഡൻ എടുത്തു കളഞ്ഞിരിക്കുകയാണ് ജസ്റ്റിസ് ലീഗിൽ. അപ്പൊ അതെങ്ങനെയൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ട്വീറ്റ് തന്നെ ഒന്ന് എടുത്തു നോക്കാം. സൈബോർഗിന്റെ ആ ഒരു ക്യാരക്ടർ ഡെവലപ്മെന്റിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സീനായിരുന്നു ആ ഒരു വെയിട്രസിന്റെ സീന്. ആ വെയിട്രസ് ഒരുപാട് ജീവിതത്തിൽ കഷ്ടപ്പെടുന്നതൊക്കെ കണ്ട് സൈബോർഗ് അവരെ സഹായിക്കുന്ന ഒരു സീനാണ്. അപ്പൊ അതിൽ വെയിട്രസ് ആയിട്ട് അഭിനയിച്ചിരിക്കുന്ന ആ ഒരു സ്ത്രീ ചെയ്ത 2 ട്വീറ്റുകളാണിത്. അങ്ങനെ ഒരു സംഭവമേ ജസ്റ്റിസ് ലീഗിൽ നടക്കുന്നില്ല. പക്ഷെ ഇവിടെ, അതായത് സ്നൈഡറിന്റെ ജസ്റ്റിസ് ലീഗിൽ അത് വന്നപ്പോൾ ഈ സൈബോർഗിന്റെ എല്ലാവരെയും സഹായിക്കണമെന്നുള്ളൊരു മാനസികാവസ്ഥയെക്കുറിച്ച് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരു ഹീറോ അല്ലെങ്കിൽ ഒരു സൂപ്പർ ഹീറോ എന്ന് പറഞ്ഞാൽ തന്നെ അതാണല്ലോ. അതായത് കഷ്ടപ്പെടുന്നവരെ സഹായിക്കലാണല്ലോ ഈ സൂപ്പർ ഹീറോസിന്റെ ഒക്കെ മെയിൻ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ്. അപ്പൊ അത് ഇവിടെ വളരെ വ്യക്തമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് സൈബോർഗിന്റെ അമ്മയായിട്ടുള്ള ആ ഒരു സീനുകളൊക്കെ കാണിക്കുന്നുണ്ട്. അച്ഛനായ സൈലോസ് ഒരു ആബ്സെന്റി ഫാദർ ആയിരുന്നു. സൈബോർഗിന്റെ ഒരു കാര്യത്തിലും അച്ഛന് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അമ്മയുടെ മരണം, സൈബോർഗിന് വന്ന മാറ്റങ്ങൾ എല്ലാം തന്നെ ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. അതേപോലെ തന്നെ സൈബോർഗിന്റെ അച്ഛനായ സൈലോസിന്റെ ആ ഒരു റെക്കോർഡിങ്സ് അതൊരു വോയിസ് ഓവർ ആയിട്ട് ഒരു സയന്റിസ്റ്റിന്റെ രീതിയിലും അതേപോലെ ഒരു അച്ഛന്റെ രീതിയിലൊക്കെ വളരെ വ്യക്തമായിട്ട് ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇത് സൈബോർഗിന്റെ ഒരു ഇമോഷണൽ സ്റ്റേറ്റിനെ കാണിച്ചു തരാനായിരുന്നു എന്ന് വളരെ വ്യക്തമാണ്. അതേപോലെ വേറെ മെയിൻ ആയിട്ടുള്ള ഒരു വ്യത്യാസം, ജോസ് വീഡന്റെ ജസ്റ്റിസ് ലീഗിൽ സൈലോസ് മരിക്കുന്നില്ല. സൈലോസിനെ അവസാനം നമ്മൾ കാണുന്നുണ്ട് സ്റ്റാർ ലാബ്സിൽ വെച്ചിട്ട്. പക്ഷേ സ്നൈഡർ കട്ടിൽ സൈലോസ് ഒരു സാക്രിഫൈസ് ചെയ്യുകയാണ്. അതായത് സൈലോസിന് ഈ ഒരു പ്രൊജക്ട് അല്ലെങ്കിൽ ഈ ഒരു ഡിസ്കവറി, മദർ ബോക്സിന്റെ ഈ ഒരു ഡിസ്കവറി എത്രത്തോളം പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ള ഒരു കാര്യം കൂടെ നമുക്ക് ഈ ഒരു സാക്രിഫൈസിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അപ്പൊ ഇത്ര നേരം പറഞ്ഞ ഒരു കാര്യം തന്നെ നമ്മുടെ ജോസ് വീഡന്റെ ജസ്റ്റിസ് ലീഗിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് തന്നെ വേണമെങ്കിൽ ഒരു സൈബോർഗിന്റെ ഒരു ഒറിജിൻ സ്റ്റോറി നമുക്ക് ഉണ്ടാക്കാം. അത്രത്തോളം കണ്ടന്റ് ഉണ്ട് ഈ ഒരു സ്നൈഡർ കട്ടിൽ ഈ ഒരു സൈബോർഗിന്റെ കാര്യങ്ങൾ വെച്ചിട്ട്. രണ്ടാമത് പറയാനുള്ളത് നമ്മുടെ മെയിൻ വില്ലനായിട്ട് വരുന്ന സ്റ്റെപ്പൻ വോൾഫിനെ കുറിച്ചാണ്. ഈ 2 സ്ക്രീൻസ് ഒന്ന് ശ്രദ്ധിക്കണം. 2ഉം CGI തന്നെയാണ്. 2ഉം ചെയ്തിരിക്കുന്നത് ഏകദേശം ഒരേ ഒരു സെയിം ബഡ്ജറ്റിൽ തന്നെയാണ്. പക്ഷെ ഇത് നമ്മൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ വിനയന്റെ സിനിമകളിൽ വരുന്ന CGIയും വേറൊന്ന് നമ്മൾ മാർവൽ മൂവീസിലൊക്കെ കാണാറുള്ള പോലത്തെ ഒരു CGI ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അത്രത്തോളം ഡിഫറൻസ് ഉണ്ട് 2ഉം തമ്മിൽ. ഈ ഒരേ ബഡ്ജറ്റ് കിട്ടിയിട്ടും ഇത് ഇത്രയും ഡിഫറൻസ് വരാനുള്ള ഒരു മെയിൻ കാരണം ഞങ്ങൾക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല.
തോന്നുന്നില്ല. ശരി, അതവിടെ നിൽക്കട്ടെ. അത് ചിലപ്പോൾ ഈ പ്രൊജക്ട് വേഗം റഷ് ചെയ്തിട്ട് റിലീസ് ചെയ്തത് കൊണ്ടായിരിക്കണം. CGI വർക്ക്സ് ഒന്നും 100% കംപ്ലീറ്റ് ആക്കിയിരുന്നില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ശരി, അതിപ്പോൾ നമ്മൾ വിട്ടുകളഞ്ഞാലും ഒരു വില്ലൻ എന്ന് പറയുമ്പോൾ ആ വില്ലന്റെ ഒരു മെയിൻ മോട്ടീവ് കാണിക്കണമല്ലോ. എന്തിനാണ് വില്ലൻ ഇത്രത്തോളം ആൾക്കാരെ കൊല്ലുകയും ഇത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു കാര്യം ചെയ്യുന്നത് എന്ന് സാധാരണ സിനിമ കാണുന്ന എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കണമല്ലോ. അതാണല്ലോ ഒരു സിനിമയുടെ ഒരു വിജയം. ജസ്റ്റിസ് ലീഗ് ഞങ്ങൾ കണ്ടപ്പോൾ ആകെ ഒരു കല്ലുകടിയായി തോന്നിയത് ഈ ഒരു കാര്യമാണ്. എന്തിനാണ് സ്റ്റെപ്പൻ വൂൾഫ് ഇതൊക്കെ ചെയ്യുന്നത്? ഇത്രയും പ്രശ്നത്തിലൊക്കെ ഇടപെടാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റെപ്പൻ വൂൾഫിന് എന്തായിരുന്നു ഒരു മോട്ടീവ്? അത് വലിയ രീതിയിൽ മിസ്സിംഗ് ആയിരുന്നു ആദ്യം ഇറങ്ങിയ ജസ്റ്റിസ് ലീഗിൽ. എന്നാൽ സ്നൈഡർ കട്ടിൽ അത് വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതായത് സ്റ്റെപ്പൻ വൂൾഫ് എന്നുള്ളത് സ്വന്തമായിട്ട് ഇപ്പോൾ എർത്തിൽ പോയി എർത്തിനെ അറ്റാക്ക് ചെയ്യാം എന്നൊരു പ്ലാൻ ആയിരുന്നില്ല. ഈ മദർ ബോക്സ് എടുക്കൽ പോലും അത് വേറൊരാളുടെ, അതായത് ഈ ഡാർക്ക് സൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുടെ ഒരു നിർദ്ദേശപ്രകാരമാണ് ഇതൊക്കെ ചെയ്യുന്നത്. ആ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് നമ്മൾ സ്നൈഡർ കട്ടിൽ കാണാൻ പറ്റും. ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സമാധാനമാണ്. അതായത് ഇങ്ങനെയാണല്ലോ എന്നുള്ളൊരു റീസൺ നമുക്ക് തരുന്നുണ്ട് ഇവിടെ. ലോജിക്കലി സ്പീക്കിംഗ് ഓഡിയൻസിനൊക്കെ ഒരു സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു റീസൺ തന്നെ ആയിരുന്നു അത്. അതായത് ഒരു മെയിൻ വില്ലൻ ഉണ്ട് സ്റ്റെപ്പൻ വൂൾഫിന്റെ പിന്നിൽ. അയാളാണ് ഈ കാര്യങ്ങളൊക്കെ നിർദ്ദേശം കൊടുക്കുന്നത് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ചെയ്തിട്ട് സ്റ്റെപ്പൻ വൂൾഫിന് എന്താണ് ഉപകാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റെപ്പൻ വൂൾഫിനെ അവിടെ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ് ഈ അപ്പോക്കലിപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്ലാനറ്റിൽ നിന്നും. അപ്പോൾ അങ്ങോട്ട് മടങ്ങി പോകാനുള്ള ആഗ്രഹം കൊണ്ടാണ് സ്റ്റെപ്പൻ വൂൾഫ് ഈ കാര്യമൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതും എല്ലാവർക്കും വ്യക്തമായെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് അടുത്ത കാര്യം ഡാർക്ക് സൈഡിനെ കുറിച്ച് തന്നെ നോക്കാം. ഈ താനോസൊക്കെ പോലത്തെ എല്ലാവരും മാനിപ്പുലേറ്റ് ചെയ്യുന്ന വലിയൊരു ഈവിൾ വില്ലനായിട്ട് മാറാനുള്ള എല്ലാ ചാൻസസും ഡാർക്ക് സൈഡിന് ഉണ്ടായിരുന്നു. അതിന്റെ ആദ്യത്തെ എല്ലാ സ്റ്റെപ്സും നമുക്ക് ഈ സ്നൈഡർ കട്ടിൽ കാണാൻ പറ്റും. എന്നാൽ അതിന്റെ ഒരു സീന് പോലും നമുക്ക് ജസ്റ്റിസ് ലീഗിൽ കാണാൻ പറ്റുന്നില്ല. ഒരു ആഫ്റ്റർ ക്രെഡിറ്റ്സ് സീനെങ്കിലും കൊടുക്കായിരുന്നു. ഇത്രത്തോളം ഒരു സ്റ്റോറി ലൈൻ ഇതിന്റെ പിന്നിൽ ഇവർ ഡെവലപ്പ് ചെയ്ത് ഓൾറെഡി വെച്ചത് കൊണ്ട് അതിന്റെ ഒരു ആഫ്റ്റർ ക്രെഡിറ്റ്സ് സീനെങ്കിലും കൊടുക്കായിരുന്നു എന്ന് ഞങ്ങൾക്ക് ഇപ്പൊ തോന്നുന്നുണ്ട്. ഡാർക്ക് സൈഡിന്റെ സ്റ്റോറിയും വളരെ ഒരു സാറ്റിസ്ഫൈ ചെയ്യിക്കുന്ന ഒന്നായിരുന്നു. അതായത് എർത്തിൽ നേരത്തെ വന്ന് ഈ കോൺകർ ചെയ്യാൻ നോക്കിയപ്പോൾ എർത്തിൽ എല്ലാവരും കൂടി യുണൈറ്റ് ചെയ്ത് ഡാർക്ക് സൈഡിനെ ഈ തോൽപ്പിക്കുന്ന ആ ഒരു സീനൊക്കെ വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഡാർക്ക് സൈഡിന് വേണ്ടത് ഈ ആന്റി ലൈഫ് ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അതും എർത്തിലാണ് ഉള്ളത് എന്നൊക്കെ ഉള്ള കാര്യം സ്റ്റെപ്പൻ വൂൾഫ് പറയുമ്പോൾ അതിന്റെ ഇമ്പോർട്ടൻസ് കൂടുകയാണ്. അതായത് എർത്ത് മാത്രമേ ഡാർക്ക് സൈഡ് വിചാരിച്ചിട്ട് കോൺകർ ചെയ്യാൻ പറ്റാത്തതുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം കൂടെ നോക്കുമ്പോൾ എർത്ത് ഈ കോൺകർ ചെയ്യുന്ന ആ ഒരു ഇമ്പോർട്ടൻസ് വീണ്ടും വീണ്ടും വർദ്ധിക്കുകയാണ്. അത് തന്നെ ഒരു ലോജിക്കൽ എക്സ്പ്ലനേഷൻ അല്ലേ? എന്തുകൊണ്ട് എർത്തിന് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു ഈ വില്ലന്മാർ? ഇത്രയും പ്ലാൻസ് വേറെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് എർത്തിന് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നൊരു ലോജിക്കൽ എക്സ്പ്ലനേഷൻ ആണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. ഇതിൽ കൂടുതൽ ഒരു ലോജിക്കൽ എക്സ്പ്ലനേഷൻ്റെ ആവശ്യം ഉണ്ടോ എന്ന് പോലും സംശയമാണ്. ഇനി ഈ ക്യാരക്ടേഴ്സിന്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് വേറെ കുറച്ച് കോമഡി സീനുകളുടെ കാര്യത്തിലേക്ക് കടക്കാം. ഈ DC മെയിനായിട്ട് ജോസ് വീഡനെ കൊണ്ടുവന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡാർക്ക് ഈ തീം ഉണ്ടല്ലോ, അതായത് സ്നൈഡർ സെറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഡാർക്ക്നെസ് ഉണ്ടല്ലോ ഈ ഒരു DCയിൽ മൊത്തം, ബാറ്റ്മാൻ വേഴ്സസ് സൂപ്പർമാനിലും മാൻ ഓഫ് സ്റ്റീലിലൊക്കെ നമുക്കിത് കാണാൻ പറ്റും. ആ ഒരു ഡാർക്ക് തീമിനെ ഒഴിവാക്കി കുറച്ചൊരു കോമഡി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു രീതിയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലാക്കാനാണ് വാർണർ ബ്രോസ് ജോസ് വീഡനെ കൊണ്ടുവന്നത് തന്നെ, അവഞ്ചേഴ്സിന്റെ ഒക്കെ ഒരു സ്റ്റൈലാക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ഇതൊക്കെ റീഷൂട്ട് ചെയ്യേണ്ടി വന്നത് കൊണ്ടാണോ എന്നറിയില്ല, ഒരു കോമഡിയും എവിടെയും വർക്ക് ചെയ്തതായിട്ട് നമുക്ക് തോന്നിയില്ല. ഈ ഫസ്റ്റ് ഫൈറ്റിനിടയിൽ ആ ഫ്ലാഷും വണ്ടർ വുമന്റെ മേലേക്ക് വീഴുന്ന ആ ഒരു സീനൊക്കെ, അതേപോലെ ആ റഷ്യൻ ഫാമിലിയും ഫ്ലാഷും ആയിട്ടുള്ള ഒരു കോൺവെർസേഷനും, പിന്നെ അവസാനം ആഫ്റ്റർ ക്രെഡിറ്റ്സ് പോലെ വന്ന സൂപ്പർമാനും ഫ്ലാഷും ആയിട്ടുള്ള സീനുകളൊക്കെ ഇതൊന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട് സ്നൈഡർ കട്ടിൽ. അങ്ങനത്തെ ആവശ്യമില്ലാത്ത ഒരു കോമഡി കുത്തിക്കയറ്റിയ ഒരു സീനുകളും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല. ഒരു ഫോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു കോമഡി സീൻസ് ആയിട്ട് തന്നെയാണ് നമുക്ക് ഇതൊക്കെ തോന്നിയതും. ഇതിൻ്റെ ഒന്നും ഒരാവശ്യവും ആക്ച്വലി അവിടെ ഉണ്ടായിരുന്നില്ല. എന്നാൽ സ്നൈഡർ കട്ടിൽ ഒരു കോമഡിക്ക് ഒരു രീതി ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഈ സട്ടിലായിട്ട് അവിടെയും ഇവിടെ ആയിട്ട് ആ ഒരു സിറ്റുവേഷൻ കോമഡി പോലത്തെ ചില സീൻസൊക്കെ വന്നിട്ടുമുണ്ട്. അത് ചിലതൊക്കെ ഒരു രസകരമായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് തോന്നിയോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഫ്ലാഷിൻ്റെ കുറച്ച് സീൻസും പിന്നെ ഇവർ ആ ബാറ്റ് കേവിൽ വന്ന് നടത്തുന്ന അൽഫ്രഡോ ആയിട്ടൊക്കെ നടത്തുന്ന ആ ഒരു സീൻസൊക്കെ വളരെ സട്ടിലായിട്ടുള്ള ചില കോമഡി സീൻസ് ഇവിടെ വർക്കൗട്ട് ആയിട്ടുണ്ട്. അപ്പോൾ എന്തിനാണ് ഇവർ ഫോഴ്സ് ചെയ്തിട്ട് ഇത്രയും കോമഡി സീൻസ് ആഡ് ചെയ്തത് എന്നുള്ള കാര്യം അവിടെ ഒരു ചോദ്യചിഹ്നമായിട്ട് ബാക്കി നിൽക്കുകയാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഫ്ലാഷിൻ്റെ കാര്യം തന്നെ എടുക്കാം. 2018 ഇങ്ങനെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. അതായത് ഫ്ലാഷിൻ്റെ ഒരു സ്റ്റാൻഡ് അലോൺ മൂവി ഈ ജസ്റ്റിസ് ലീഗ് കഴിഞ്ഞതും ഉണ്ടാവും എന്നുള്ളൊരു ന്യൂസ് ഉണ്ടായിരുന്നു. അത് പിന്നീട് ഒന്നും തന്നെ പിന്നീട് കേൾക്കുകയേ ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഒരു ബേസിക് ഒരു സ്റ്റോറി ലൈൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു സ്നൈഡർ. അതായത് നമ്മുടെ ജോസ് വീഡന്റെ ജസ്റ്റിസ് ലീഗ് നമുക്ക് കാണാൻ പറ്റും. ബാരിയും അച്ഛനായിട്ടൊക്കെ ഉള്ള ഒരു ജയിൽ
ട്രെയിലർ സീനൊക്കെ നമുക്ക് കാണാൻ പറ്റും. എന്നിരുന്നാൽ പോലും ഫ്ലാഷും ഐറിസ് വെസ്റ്റും ആയിട്ടൊക്കെ ഉള്ള ആ ഒരു കാറിൽ നിന്ന് സേവ് ചെയ്യുന്ന സീൻസൊക്കെ ആ ഒരു സ്റ്റാൻഡ് അലോൺ മൂവിയുടെ ഒരു ബിഗിനിങ് പാർട്ടായിട്ട് തന്നെ ആയിരിക്കണം ഇവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക. ഇനി മെയിനായിട്ട് ഫ്ലാഷിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അവസാനത്തെ ആ ഒരു ക്ലൈമാക്സ് സീനിലാണ്. എല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ഫ്ലാഷ് ആ ഒരു കാര്യം ചെയ്യുന്നത്. അതായത് ഈ സമയത്തിനെ ഇൻവേഴ്സ് ചെയ്യിപ്പിക്കുന്നത്. ഈ ടൈം ഇൻവേഴ്സ് ചെയ്യിപ്പിക്കാനുള്ള ഫ്ലാഷിൻ്റെ കഴിവ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അത് തന്നെയാണ് ആക്ച്വലി ഫ്ലാഷിൻ്റെ ഒരു മെയിൻ ഇമ്പോർട്ടൻസ്. ഈ DCUവിൽ തന്നെ ഒരുപാട് ഓൾട്ടർനേറ്റീവ് ഈ ടൈം ലൈൻസ് ഉണ്ടാക്കാൻ ഫ്ലാഷിനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പം അങ്ങനെ ഒരു കാര്യം ഫ്ലാഷ് ഇവിടെ ചെയ്യുന്നത് കൊണ്ടാണ് ആക്ച്വലി ഇവർക്ക് ഈ എർത്തിനെ സേവ് ചെയ്യാൻ തന്നെ പറ്റുന്നത്. ആ ഒരൊറ്റ സീനിൽ നിന്ന് തന്നെ ഈ ജസ്റ്റിസ് ലീഗിൽ എത്രത്തോളം ഫ്ലാഷിനെ ഒതുക്കി, അതേപോലെ ഈ സ്നൈഡർ കട്ടിൽ ഫ്ലാഷിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്തു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരൊറ്റ സീനിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട്. ഇനി നമുക്ക് മിസ്സായി പോയ ഈ ക്യാമിയോസ് അല്ലെങ്കിൽ ഈ പുതിയതായിട്ട് വരുന്ന ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. ഒരുപാട് ആൾക്കാരിനെ ഇവർ ജസ്റ്റിസ് ലീഗിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഒരു വലിയൊരു ലിസ്റ്റ് തന്നെ ഉണ്ട് നമ്മുടെ കയ്യിൽ. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ അവരിനെ ഒന്നും ഇൻക്ലൂഡ് ചെയ്യാതെ തന്നെ വേണമെങ്കിൽ വലിയൊരു ലിസ്റ്റ് തന്നെ നമുക്ക് ഉണ്ടാക്കാം. ആദ്യം നോക്കാനുള്ളത് ഈ മാർഷ്യൻ മാൻഹണ്ടറിനെ കുറിച്ചാണ്. DCയുടെ വലിയൊരു മെയിൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് മാർഷ്യൻ മാൻഹണ്ടർ. അയാളും ബാറ്റ്മാനും തമ്മിലുള്ള ഒരു കോൺവെർസേഷനൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവമേ നടക്കുന്നില്ല, അങ്ങനെ ഒരാളെ കുറിച്ച് മെൻഷനും ചെയ്യുന്നില്ല ജസ്റ്റിസ് ലീഗിൽ. ഇനി അടുത്തത് ഡാർക്ക് സൈഡിന്റെ ഒരു വലങ്കൈ പോലത്തെ ഒരാളെ കാണിക്കുന്നുണ്ട്. ഡെസാർഡ് എന്ന് പേരുള്ള ഒരാളെ ഇവിടെ കാണിക്കുന്നുണ്ട്. അയാളാണ് ഈ സ്റ്റെപ്പൻ വോൾഫിന്റെയും ഈ ഒരു ഡാർക്ക് സൈഡിന്റെ ഇടയിൽ നിന്ന് സംസാരിക്കുന്ന ഒരാള്. അയാളെയും ഫുള്ളായിട്ട് ഒഴിവാക്കിയിട്ടുണ്ട് ജസ്റ്റിസ് ലീഗിൽ. ഇനി അതേപോലെ തന്നെ ഈ സൈലോസ് മരിച്ചിട്ട് പിന്നീട് സ്റ്റാർ ലാബ് ഏറ്റെടുക്കുന്ന ഒരാളുണ്ട്. റോയ് ചോയ് എന്ന് പേരുള്ള ഒരു സയന്റിസ്റ്റ്. ആക്ച്വലി DC കോമിക്സിൽ ഈ റോയ് ചോയ്ക്ക് വലിയൊരു ക്യാരക്ടർ ഡെവലപ്മെന്റ് വരാനുണ്ട്. അതായത് റോയ് ചോയ് ആണ് ആറ്റം എന്ന് പേരുള്ള പിന്നീട് ഒരു സൂപ്പർ ഹീറോ ആയി മാറുന്ന ഒരാള്. അപ്പൊ അങ്ങനെ ഒരാളെ ഇവിടെ കാണിക്കുന്നില്ല ജസ്റ്റിസ് ലീഗിൽ. ഇനി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരാളെ കാണിക്കുന്നത് ഈ ഗോഡ് ഓഫ് വാർ എന്നറിയപ്പെടുന്ന ഏരിസിനെയാണ്. ഈ ഹ്യൂമൻസ് എല്ലാവരും യുണൈറ്റ് ചെയ്തിട്ട് ഈ ഡാർക്ക് സൈഡിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ ഈ ഏരിസ് ആണ് മെയിൻ ആയിട്ട് ഇവരുടെ മുന്നിൽ നിന്ന് നയിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരാളെയും ജസ്റ്റിസ് ലീഗിൽ നിന്ന് ഫുള്ളായിട്ട് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി പറയാനുള്ളത് നമ്മുടെ അറ്റ്ലാന്റിസിലുള്ള വൾക്കോ എന്ന ക്യാരക്ടറാണ്. വില്യം ഡെഫോന്റെ വൾക്കോ എന്ന ക്യാരക്ടർ. ഈ വൾക്കോനെയും ഫുള്ളായിട്ട് ഇവർ ഒഴിവാക്കിയിട്ടുണ്ട് ജസ്റ്റിസ് ലീഗിൽ. ഇനിയും ഉണ്ട് ഒരുപാട് ആൾക്കാർ. ഡെത്ത് സ്ട്രോക്കും അതേപോലെ നമ്മുടെ ജോക്കറും എല്ലാവരും തന്നെ മിസ്സിംഗ് ആണ്. ഇത്രയും ക്യാരക്ടേഴ്സേ ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുള്ളൂ. ഇനി നിങ്ങൾക്ക് ഇതേപോലെ മിസ്സിംഗ് ആയ ക്യാരക്ടേഴ്സ് വേറെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അതായത് കമന്റ് ചെയ്ത് ഞങ്ങളെ അറിയിക്കൂ. ഇനി നമുക്ക് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റിലേക്ക് കടക്കാം. എന്താണ് മാർവലിന്റെയും DCയുടെയും ഒരു വ്യത്യാസം? അതായത് ഒരു വിഷന്റെ ഒരു അഭാവമാണ് ആക്ച്വലി ഉള്ളത്. വിഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വാണ്ടയുടെ വിഷൻ അല്ല, ഒരു ദീർഘവീക്ഷണം. അതായത് ഒരു യൂണിവേഴ്സ് ഉണ്ടാക്കുമ്പോൾ ആ യൂണിവേഴ്സിന്റെ ഒരു അടിത്തറയായിട്ട് നമുക്കൊരു സിനിമയോ അല്ലെങ്കിൽ ഒരു പിടി ക്യാരക്ടേഴ്സോ വേണം. ഈ സിനിമ കണ്ട എല്ലാവർക്കും അറിയാം, സ്നൈഡർ കട്ട് കണ്ട എല്ലാവർക്കും അറിയാം. ഇനിയും ഒരുപാട് സിനിമകളുടെ ഒരു സ്റ്റാർട്ടിങ് പോലെ അല്ലെങ്കിൽ ഇനി ഒരുപാട് സിനിമകളുടെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ആയിരുന്നു ജസ്റ്റിസ് ലീഗിലെ പല സീനുകളും. അത് എല്ലാവരുടെയും സ്റ്റാൻഡ് അലോൺ മൂവി ആയിക്കോട്ടെ, ഇനി ജസ്റ്റിസ് ലീഗിൻ്റെ തന്നെ സെക്കൻഡ് പാർട്ടിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെയാണ് ആ ഒരു ബാറ്റ്മാൻ്റെ ആ ഒരു ഡ്രീം സീക്വൻസ് വരുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഫ്ലാഷിൻ്റെ നമ്മുടെ ബാറ്റ്മാൻ വേഴ്സസ് സൂപ്പർമാനിൽ ഫ്ലാഷിൻ്റെ ഒരു ക്യാമിയോ വന്നിട്ടുള്ള ഒരു സീൻ ഉണ്ടല്ലോ, ലൂയിസ് ലെയിൻ ആണ് കീ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സീന്. അപ്പോൾ ആ ഒരു സീനിൻ്റെ ഇമ്പോർട്ടൻസും എല്ലാം തന്നെ ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. എല്ലാവരുടെയും തന്നെ ബിഗിനിങ് മൂവി ആവേണ്ടതായിരുന്നു ഈ ജസ്റ്റിസ് ലീഗ്. പക്ഷെ അതിന് DCക്കും വാർണർ ബ്രോസിനും സാധിക്കാതെ പോയി. ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെയാണ് DCക്ക് ഈ യൂണിവേഴ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റാതിരുന്നതും ഈ സ്റ്റാൻഡ് അലോൺ മൂവീസ് മാത്രം സക്സസ് ആയി പോകുന്നതും. ഈ ലിസ്റ്റിൽ നമുക്ക് സൂപ്പർമാൻ്റെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. സൂപ്പർമാൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ആദ്യം തന്നെ പറയാനുള്ളത് ആ മീശയുടെ ആ ഒരു കാര്യമാണ്. അതായത് മിഷൻ ഇമ്പോസിബിളിന്റെ ഫോൾ ഔട്ടിന്റെ ഷൂട്ടിങ്ങിന്റെ സമയത്താണ് ഹെൻറി കാവലിന് ഈ ജസ്റ്റിസ് ലീഗിന്റെ റീഷൂട്ട്സ് ചെയ്യേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ CGI വെച്ചിട്ട് ആ മീശയൊക്കെ റിമൂവ് ചെയ്തിരിക്കുന്നതായിരുന്നു കുറേ സീനിലൊക്കെ. അതൊക്കെ നല്ലൊരു മോശം CGI വർക്ക് തന്നെ ആയിരുന്നു. അതിൻ്റെ ഒരുപാട് മീംസും ട്രോൾസൊക്കെ നമ്മൾ ഒരുപാട് കണ്ടതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് അങ്ങനെ ഒരു വൃത്തികേടും നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഇതൊക്കെ നേരത്തെ ഷൂട്ട് ചെയ്ത് വെച്ചത് കൊണ്ട് തന്നെ ആയിരിക്കണം എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇതിൻ്റെ CGI വർക്കിൻ്റെ ഒരു മികവാണെങ്കിൽ അതിനും നല്ലൊരു അപ്രിസിയേഷൻ കൊടുത്തേ പറ്റുള്ളൂ. ഹെൻറി കാവലിൻ്റെ ഫേസ് നമ്മൾ ഒരുപാട് തവണ പോസ് ചെയ്തിട്ടും സൂം ചെയ്തിട്ടൊക്കെ നോക്കി ഒരു പ്രശ്നവും എവിടെയും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഇനി സൂപ്പർമാൻ്റെ അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂട്ടാണ്. ജോസ് വീഡൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫണ്ണി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു മൂവിയാണ് ജോസ് വീഡൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള റെഡും ബ്ലൂ കളറും ഉള്ള ആ ഒരു സൂട്ടായിരുന്നു സൂപ്പർമാന്
ജസ്റ്റിസ് ലീഗിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇവിടെ എത്തിയപ്പോൾ ആകെ മാറിയിരിക്കുന്നു. അതായത് മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് തന്നെ ആയിരിക്കണം സ്നൈഡർ ഇങ്ങനെ ഒരു ബ്ലാക്ക് സൂട്ട് സൂപ്പർമാനെ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു റീബോൺ ആയതുകൊണ്ട് തന്നെ വേറൊരു സൂപ്പർമാനെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്, ഒരു ബ്ലാക്ക് സൂട്ടുള്ള. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞങ്ങൾക്ക് ഇവിടെ ഷെയർ ചെയ്യാനുള്ളത്. ഇനിയും ഒരുപാട് വ്യത്യാസങ്ങളും ഇവർ വിട്ടുപോയ ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലനേഷൻ വീഡിയോയിൽ കാണാം. ആദ്യം പറഞ്ഞു തന്നെയാണ് ഇവിടെയും പറയാനുള്ളത്. അതായത് നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ എന്തെങ്കിലും നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് ചെയ്ത് ഞങ്ങളെ അറിയിക്കൂ. നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ബൈ.